സാർ അതെ, ഇവിടം മുതൽ ഇതവിടം വരെ ഒരു 1.5 ഏക്കർ സ്ഥലമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടം വരെ കണ്ടവാ. അപ്പം അതിൻ്റെ അപ്പുറത്തൊക്കെ അത് കണ്ടവൻ്റെ, നമ്മുടെ അല്ല. പണ്ട് എൻ്റെ കൊച്ചച്ഛൻ, വല്യച്ഛൻ, കുഞ്ഞച്ഛൻ, വല്ലവൻ്റെ അച്ഛനൊക്കെ ഇത് വിറ്റ് വലിച്ചാന്നേ. അല്ല, ഇവിടെ വിത്ത് വിതച്ചാന്നേ. സാറേ, ഈ കണ്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. ചെളി കൂടുതലാണ് അതിനകത്ത്. എനിക്കും തോന്നുന്നു ഇച്ചിരി ചളി കൂടുതലാണ് അതിൻ്റെ അകത്ത്. അതെന്താന്ന് വെച്ചാൽ തുടക്കമല്ലേ, നമ്മളങ്ങനെ വിറ്റ് ശീലമില്ലല്ലോ. വിറ്റിട്ട് ശീലമൊന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഇത് വിൽക്കണ കേസ് നമുക്ക് നിങ്ങളുടെ കൊച്ചനോടും ചെറിയനോടൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? സാറേ, അവരൊക്കെ ചത്തുപോയി, അവരോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞപ്പോൾ ഓർത്തത് ആ കണ്ട 3 കണ്ടം കണ്ടോ, അത് കൊടുക്കണല്ലോ. അതന്നെ അതിനകത്തായി വല്യച്ഛനെയും കൊച്ചച്ഛനെയും മുത്തച്ഛനെയും ഒക്കെ കുടിച്ചേക്കുന്നത്. ഇത് പണ്ട് തൊട്ടേ ഭയങ്കര മണ്ണ് സ്നേഹികളായിരുന്നേ. അപ്പോൾ അവരവിടെ കളിച്ചോണ്ടിരിക്കുമ്പോഴും പറയായിരുന്നു, ഞാൻ എന്നേലും പറ്റി തട്ടിപ്പോയി കഴിഞ്ഞാൽ എന്നെ ഇവിടെ കുഴിക്കണം, വല്യച്ഛനെ ഇവിടെ കുഴിക്കണം എന്ന് അവർ പറയായിരുന്നു. അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കുഴി തോണ്ടി അവിടെ തന്നെ കുഴിച്ചു. നോക്കിയാൽ സാറേ, ഒരു പക്ഷി ഞെളിഞ്ഞു നിൽക്കുന്നല്ലേ. ഈ കണ്ടം പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ദേ ആ മൂഞ്ചിയോ സാറേ, ഇനി ഇവിടെ നിൽക്കണ്ട. ആ പുറയില്ലേ ഒരുത്തം വന്ന് നിൽപ്പില്ലേ, ആളിച്ചൊരു ഉടായിപ്പ. നാട്ടുകാരൊക്കെ ഉടായിപ്പ ഉമേഷ് എന്നാ വിളിക്കുന്നവന്. അതെയോ? ഈ കണ്ണി കാണുന്ന കണ്ടോം പറമ്പല്ലേ ഇവൻ്റെ ആണെന്ന് പറഞ്ഞ് ഇവനങ്ങ് നടന്നോളൂ. നമുക്ക് ഇവിടെ നിൽക്കണ്ട. എല്ലാ നാട്ടിലും കുറെ ഉണ്ടല്ലോ. സാറിനെ ആരെ വിളിക്കുന്നു? അല്ലെ, പുള്ളി ഉമേഷെന്ന് വിളിക്കുന്നു. ഉമേഷെന്ന് വിളിച്ചല്ല, നല്ല കാലാവസ്ഥയുണ്ട് ഉന്മേഷമെന്ന് പറഞ്ഞ പുള്ളി ഇങ്ങോട്ട് വന്നണ്ടല്ലോ. വന്നണ്ടല്ലേ? തൂക്കി. എന്താ രമേഷേ, എന്താ പരിപാടി? പൊടിയോ? ഞാൻ ഈ സ്ഥലം മേടിക്കാൻ വേണ്ടിട്ട് വന്നാ, വിൽക്കുന്നുണ്ടെന്ന് കേട്ടതുകൊണ്ട്. ഓ, ഈ സ്ഥലം വിൽക്കാൻ പോവാ? ഇങ്ങനെ കേട്ടാർന്നേ. ഓ, ഈ സാക്കായിരിക്കുമല്ലോ കച്ചവടം ഉറപ്പിക്കുന്നേ. സെന്റ് തന്നെയാണോ വില? അങ്ങനൊന്നുമില്ല, കിട്ടുന്ന മേടിക്കും. എന്നാ ചെവിക്കുരിക്കൂടെ വെച്ച് തരട്ടെ. തല്ലുന്നൊക്കെ പറയുന്നു. മിസ്റ്റർ, ഞങ്ങളോട് ഒരു ബിസിനസ് സംസാരിച്ചോണ്ടിരിക്കുകയാണ്, ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് പോകാവോ? എന്റെ പറമ്പ് കാണിച്ചു കൊടുത്ത് കച്ചവടം ഉറപ്പിച്ചിട്ട് എന്നോട് കൊണോണാന്നോ? നീ ആരാ? എന്റെ പേര് സുഗുണേഷ്, ഞാൻ മണി ട്രേഡിങ്ങിന്റെ പണി. എന്നാ മണി ട്രേഡിങ്? അത് ഈ കാശ് കടം വാങ്ങും, എന്നിട്ട് തിരിച്ചു കൊടുക്കാനില്ലാതാകുമ്പോ മുങ്ങും. ഓ, അപ്പൊ 2 ലോക കൂട്ടായ്പകളല്ലേ? ഒരു 10 കയ്യും കാലും തല്ലി പിടിച്ച് കണ്ടെത്തി തടി.